ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് പയർ ഉപ്പേരി വയ്ക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അരിഞ്ഞരിഞ്ഞ് വന്നപ്പോൾ ഈ പയർ അങ്ങോട്ട് കൂടിപ്പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഈ ഫ്രൈ പാനിൽ കൊള്ളുമായിരിക്കുമല്ലോ. പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ സൂത്രപ്പണിയാണ് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പഴം പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് മാത്രമാണ് കേട്ടോ ഈ പഴം വെച്ചിരിക്കുന്നത്, അതാണ് ഒരെണ്ണം വെച്ചത്. പച്ചപ്പയർ കുറച്ച് നേരം നമ്മൾ ഉപ്പ് വെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ മുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ, നല്ലപോലെ കഴുകിയെടുത്തതിനൊക്കെ ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. എപ്പോഴും അതേ പച്ചപ്പയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാം ഫ്രഷ് ആയിരിക്കില്ല, ഒന്ന് രണ്ടെണ്ണെങ്കിലും ഓരോ അറ്റങ്ങളൊക്കെ അങ്ങനെ ചീഞ്ഞ് അതിൽ പുഴുവൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ഈ പച്ചപ്പയർ അരിയാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ചീര മറ്റൊക്കെ അരിയുമ്പോൾ ടി വിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരിഞ്ഞൊക്കെ എടുക്കാറുണ്ട്. പക്ഷേ ഈ പച്ചപ്പയർ അരിയുമ്പോൾ അങ്ങനെ മറ്റു ജോലികൾ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ പുഴുവിനെയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ഈ പച്ചപ്പയർ അരിയുള്ളൂ. ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കട്ടൻ ഒക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ പച്ചപ്പയർ ഉപ്പേരി ഒരുപാടുണ്ടായ കാരണം അത് ഇപ്പോഴും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചായലക്കൊറ്റൻ, അതുപോലെ ഇന്ന് ഉപയോഗിച്ച മുട്ടത്തോട്, സവാളത്തോട്, ഇതെല്ലാം നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ബക്കറ്റിന് ഹോൾ ഇട്ടിട്ട് ആ ബക്കറ്റിൻ്റെ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്ലറി അതിലേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ കമൻറ്റിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ രമേശ് ചേട്ടൻ കുഞ്ഞ് സവാള, ഉള്ളിന്നും പറയാൻ പറ്റില്ല, സവാള എന്നും പറയാൻ പറ്റില്ല, ഒരു സവാള കുട്ടിയെന്ന് പറയാം, അതുപോലെയുള്ള സവാള ഒത്തിരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ഞാനത് മാറ്റിയെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ട് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുന്നത് പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോകാനുള്ള ആ തോടൊക്കെ ഒന്ന് പോയിക്കോളും. അപ്പോൾ നമുക്ക് അതും ഈ ബക്കറ്റിൽ നമുക്ക് ഇട്ട് വെക്കാമല്ലോ. അപ്പോൾ കുറച്ച് മുൻപ് തന്നെ കോഴിമക്കളെ കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വെള്ളം കൊടുത്തത് അവർ തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കുറച്ചും കൂടി വെള്ളം അങ്ങോട്ട് നിറച്ച് വെച്ചതാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ നിന്ന് മാത്രമല്ല മിക്ക സ്ഥലത്തും ഇങ്ങനെ ചൂട് തന്നെയാണ്. എന്നാലോ മഴക്കാരാണെങ്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നില്ല, ഈ മഴക്കാരുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചൂടുമുണ്ട്. പിന്നെ ഒരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊള്ളുന്ന വെയിലിലൂടെ നടക്കുമ്പോഴും ഈ കാറ്റടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. കോഴികളെ വളർത്തുന്നവർ മാത്രമല്ല കേട്ടോ, അല്ലാത്തവരും നമ്മുടെ മുറ്റത്തൊക്കെ എന്തെങ്കിലും പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കണം കേട്ടോ. കാരണം ഇഷ്ടം പോലെ കിളികൾ നമ്മുടെ വീട്ടിലെ മരക്കൊമ്പുകളിലൊക്കെ വരുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ കോഴിമക്കൾക്ക് വയ്ക്കുന്ന വെള്ളം എല്ലാ തരം കിളികളും വന്ന് കുടിക്കുകയും അതുപോലെ തന്നെ കുളിക്കുന്നതും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദാഹിച്ചൊക്കെ നടക്കായിരിക്കും. ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ടാപ്പൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ബക്കറ്റിൽ വെള്ളമാക്കി വെക്കുകയെ പുറത്ത് അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പണ്ട് കാലത്താണെങ്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ കലങ്ങളിലും അതുപോലെ ബക്കറ്റുകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറച്ചൊക്കെ വെക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം കിളികളൊക്കെ ടാപ്പ് നോക്കിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ എന്നൊക്കെ നോക്കിയാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചെറിയ പാത്രത്തിൽ വെച്ചാൽ പോലും അവരൊക്കെ വന്നും കഴിഞ്ഞിട്ട് കുടിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് സവാളത്തൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ ബക്കറ്റിലിട്ട് കഴിഞ്ഞിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. കോഴിമക്കളെ അഴിച്ചു വിട്ടെങ്കിലും അതിൽ ഗാർഗി ഇന്ന് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഗാർഗി ഇവരുടെ കൂട്ടത്തിൽ പെടാണ്ട് ഒറ്റ തിരിഞ്ഞ് ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ, എവിടെ മുട്ടയിടണം എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഓരോ ഗ്രോ ബാഗിൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്, ചെടിയുടെ കടയ്ക്ക് നോക്കുന്നുണ്ട്. ഒളിച്ചിരിക്കാൻ പാകമുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെയായിരിക്കും അവളിന്ന് മുട്ടയിടാം. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു കോഴീനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിക്കു ഇങ്ങനെ കൊക്കി ഇങ്ങനെ വിളിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം നിക്കു കൊക്കിയൊക്കെ വിളിച്ച് കുറച്ച് നേരം, അപ്പോൾ ഗാർഗി വന്ന് എത്തിച്ച് നോക്കി മുഖം കാണിച്ചിട്ട് വീണ്ടും അവളിങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടപ്പാണ് കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ പച്ചക്കറി തൈകൾക്ക് ചിലപ്പോൾ വെള്ള രോഗമൊക്കെ വരും. ആകെ വെള്ള കുത്തുകളായിട്ട് വന്നിട്ട് ആകെ ചെടി നശിച്ചു പോവുക. അപ്പോൾ അതുപോലെ കണ്ടിട്ട് 3 തൈകൾ ഞാൻ പറിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചു മാറ്റിയിട്ട് അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പകർച്ചവ്യാധി പോലെ എല്ലാ ചെടികളിലേക്കും പകരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെടികൾ ഇട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചവറ് ഇട്ടും കഴിഞ്ഞിട്ട് കത്തിച്ച് കളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ന്യൂസിലും മറ്റൊക്കെ കാണുന്നത്. ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കത്തിച്ച് കളയണം എന്നാണ് പറയുക ചെടികൾ. നമ്മുടെ ചക്കത നല്ല നീട്ടം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വലിപ്പം ഉണ്ടാകുന്ന ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോക്കിയേ നമ്മുടെ ഈ കറുത്ത കോഴിമക്കൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ വാഴത്തൈയുടെ ഒരു ചെറിയ ഇലയാണത്, പക്ഷെ അതങ്ങോട്ട് കൊത്തി തിന്നാണ് കേട്ടോ. അപ്പോൾ ഈ ആൾക്കാരിങ്ങനെയൊക്കെ എന്താ പറയുക പച്ചപ്പുല്ലൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഈ പറമ്പിലാണെങ്കിൽ ആകെ വേനലും ഉണക്കമൊക്കെ വന്നു കഴിഞ്ഞിട്ട് പച്ചപ്പുല്ലില്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾ വെച്ചതാണ്, അല്ലാതെ നിലത്തൊന്നും പച്ചപ്പുല്ലുകളൊന്നുമില്ല. കാരണം ആകെ ഉണങ്ങിപ്പോയല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ കോഴിമക്കൾ ആദ്യമായിട്ടാണ് വാഴയുടെ ഇല കൊത്തി തിന്നുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു നമ്മുടെ വേനൽ മഴ കിട്ടിയാലാണ് ഇവിടെ ഒന്ന് പച്ചപ്പുല്ല് മുളയ്ക്കുള്ളൂ. അപ്പോൾ ഇത്ര നാളും എനിക്കതറിയില്ല. അവരിങ്ങനെ നടക്കുമ്പോൾ അവർ തന്നെ കൊത്തി തിന്നുമല്ലോ. അപ്പോൾ ഇപ്പോൾ അതൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം അവർ ഈ പച്ചില അവർ തന്നെ കൊത്തി തിന്നണേന്നാണ് തോന്നണേ. ഇപ്പോൾ നമ്മുടെ ഇവിടെ മാവിൻ്റെ പൂവൊന്നും ഇങ്ങനെ കൊഴിഞ്ഞ് വീഴുന്നില്ല കേട്ടോ. കാരണം കണ്ണിമാങ്ങകളൊക്കെ കൊഴിയാനുള്ളത് കൊഴിയുന്നുണ്ട്, അല്ലാത്തതൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയാണ് ഉണ്ടായി നിൽക്കുന്നത്. കണ്ണിമാങ്ങ പൊഴിഞ്ഞു പോയാലും നമുക്കൊരുവിധം മാങ്ങയൊക്കെ കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഊഹിക്കുന്നത്. പിന്നെ നമ്മുടെ ചക്കക്കുട്ടന്മാരാണെങ്കിലും നല്ല രീതിക്ക് വലുതായി വരുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി മൂത്തിട്ട് വേണം എനിക്ക് കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ പലരും ഇപ്പോൾ ചക്കയൊക്കെ പഴുത്ത് അത് ചക്കട ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മൂത്ത ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൊതിയാവുന്നുണ്ട്. അത്രത്തോളം നമ്മുടെ ചക്കയൊന്നും മൂത്തിട്ടില്ല. വീടിൻ്റെ അകത്തല്ല ഇന്ന് വൈകുന്നേരത്തെ പാചകം നമ്മൾ പുറത്താക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. കാരണം വീടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്ത ചൂടും ഉഷ്ണമൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്ത് ഓപ്പൺ എയറിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സുഖമുണ്ട്. അപ്പോൾ വൈകുന്നേരത്തുള്ള ചോറ് നമുക്ക് ഇവിടെ എന്തായാലും വെക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ മഴക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന വിറകുകളൊക്കെ നനഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പുറത്ത് തീ കൂട്ടാണെങ്കിൽ അതൊക്കെ നേരെ എടുത്തും കഴിഞ്ഞിട്ട് അടുപ്പിൽ വെക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമുക്ക് ചുറ്റും കിടക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കണം അല്ലേ. അല്ലാതെ എല്ലാം നമ്മൾ കാശ് കൊടുത്തും കഴിഞ്ഞ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ ചിലവ് തന്നെയാണ്. നമ്മൾ എത്ര അധ്വാനിച്ചിട്ടാണ് ഓരോ രൂപയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് മഴ കൊണ്ട് പോകണ്ടെന്ന് കരുതിയിട്ട് ആ വിറകൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വെച്ചും കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറിന് തീ കൂട്ടുന്നത് കേട്ടോ. നമ്മുടെ വീടിനകത്താണെങ്കിൽ നല്ല അടുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കിടക്കുന്ന ആ വലിയ പട്ടയൊക്കെ അങ്ങനെ തന്നെ നമുക്ക് വെട്ടിക്കീറാതെ അങ്ങനെ തന്നെ എടുത്ത് വെക്കാനായിട്ട് പറ്റുക ഇങ്ങനെ പുറത്തൊക്കെ അടുപ്പ് കൂട്ടിയാലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അടുപ്പ് വെച്ചിരിക്കുന്നത്. പിന്നെ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കുളിക്കാനും ഒക്കെ നല്ലതാണല്ലോ. പിന്നെ പുറത്തിരുന്ന് കത്തിക്കുമ്പോൾ നല്ല ആശ്വാസമാണ് കേട്ടോ. നേരിയ നിലയ്ക്ക് ഒരു കാറ്റും പിന്നെ സന്ധ്യാസമയം ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു തണുപ്പും കുളിരൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ ഒന്നും ഈ ഭാഗത്ത് വന്ന് കത്തിക്കാനൊന്നും പറ്റില്ല, പൊള്ളുന്ന വെയിലുമാണ്. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്നു നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീയൊക്കെ പാളി പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പുറത്തൊക്കെ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്, പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിറകുകളൊക്കെ കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇത് സുഗിയൻ വാങ്ങിയതാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. അപ്പോൾ സുഗിയൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ചായ കുടിക്കാനേ തോന്നുന്നില്ല കേട്ടോ ചൂട് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളം കലക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളവും സുഗിയനും കൂടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. ചൂടാണെന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ കാപ്പിയൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് വേനൽക്കാലത്ത് നല്ലത്. പക്ഷെ ചിലർക്ക് അത് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത്ര ഇതുള്ളവർ മാത്രം കുടിക്കുക, അല്ലാത്തവരൊക്കെ ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കലക്കിയതോ അങ്ങനെയൊക്കെ ആയിട്ട് കുടിക്കാനായിട്ട് നോക്കിക്കോളൂ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചേമ്പിൻ്റെ 2 കടകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുഴിച്ചിടാനായിട്ട് പോകാം. അപ്പോൾ ഇവിടെ കൈക്കോട്ടൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. ഈ ഒരു വശത്ത് നമ്മൾ ചേമ്പെല്ലാം കൊല്ലം വെക്കുന്നതാണ്.
അപ്പോൾ ഇന്നാൾ ഞാൻ 2 കൊത്തൊക്കെ കൊത്തി ഒരു ചെറിയ കുഴിയൊക്കെ എടുത്തിട്ടതാണ്. പിന്നെ ആ കാര്യം വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇനി ആ കുഴിച്ച ഭാഗത്ത് തന്നെ ഒന്നും കൂടിയും കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ചേമ്പൊക്കെ കുഴിച്ചിടാനായിട്ട് പറ്റും. അപ്പോൾ ആ ചേമ്പിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന വേരുകൾ അതുപോലെ തന്നെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം കടഭാഗം മാത്രം എടുത്തും കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ കുഴിയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് ആക്കുന്നത്. അപ്പോൾ കുറച്ച് ചവറും ചാരമൊക്കെ കൂടി ഇട്ടിട്ട് ആ കുഴിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത് ഞാൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുമ്പോൾ അത് പതുക്കെ മുളച്ച് പൊന്താനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ പറിച്ച ചേമ്പിൻ്റെ കടകളാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ കുഴിച്ചൊക്കെ ഇടുന്നത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉള്ള സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കൃഷികൾ, പച്ചക്കറികൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു തരി സ്ഥലം പോലും പാഴാക്കി നമ്മൾ ഇടാതെ ഇങ്ങനെ നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ഗ്രോ ബാഗിൽ ചീര അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല രീതിക്ക് ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിളവെടുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ മറ്റൊന്ന് അങ്ങനെ നമ്മൾ മാറ്റി മറിച്ച് നമ്മൾ ചെയ്താലാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ പറമ്പിൽ കൊത്തും കിളക്കലൊക്കെ ആയിട്ട് ഒന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വന്നപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ച് നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ഞാൻ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് ആലോചിച്ചത് എന്നാൽ പിന്നെ നല്ല തീയുണ്ട്, എന്നാൽ ആ അടുപ്പത്ത് തന്നെ നമുക്ക് കുറച്ച് ചിക്കനും വെച്ചാലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒട്ടും നോക്കിയില്ല, മൺചട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനും ഇവിടെ തന്നെയാണ് തയ്യാറെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്കും എന്താ ഇരുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല തീയുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ തീയിൽ മൺചട്ടിയിലൊക്കെ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് വെച്ചാൽ നമുക്കത് നാളേക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ രാവിലെ പുട്ടും ചിക്കനും കഴിക്കാനായിട്ടും പറ്റുമല്ലോ. പിന്നെ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞിട്ട് നല്ല സ്റ്റൈലായിട്ട് ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രമേശേട്ടനും മക്കളൊക്കെ ചുറ്റും വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ നമുക്ക് നിൽക്കാനും ഇരിക്കാനും ഒക്കെ സുഖമാണ്. കാരണം നമ്മുടെ കോഴിമക്കളൊക്കെ കൂട്ടിൽ കയറിയും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരും ഈ ഒരു സൈഡിലേക്ക് നോക്കിയാണ് കേട്ടോ കിടക്കുന്നത്. പാവങ്ങൾക്ക് അറിയില്ലല്ലോ ഈ വെക്കുന്നതും ചിക്കനാണെന്ന്. നമ്മൾ വാങ്ങുന്ന ചിക്കൻ മാത്രമാണ് കേട്ടോ വെക്കുക. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒന്നിനും തന്നെ നമ്മൾ കൊന്നും കഴിഞ്ഞ് കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.